Hi, welcome to Amiyas kitchen. എല്ലാവർക്കും സുഖാണ് കരുതുന്നു. ഇന്ന് നമുക്ക് റോബസ്റ്റ് പഴവും അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ റോബസ്റ്റ് പഴമാണ്, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും. ഇനിയിപ്പോൾ റോബസ്റ്റ് പഴം ഇല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴത്തിന് പകരം നമുക്ക് ചെറുപഴം വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോർക്കോ അതല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ അതിനൊരു ടീസ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചെറിയ കട്ടിയൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 കട്ട് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഒരു 200 ഗ്രാം ശർക്കര ഉണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ശർക്കരപ്പാനി അധികം തിക്കിലൊന്നും എടുക്കണ്ട, ജസ്റ്റ് നന്നായിട്ട് ശർക്കര ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ മതി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടതായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് നാളികേരം ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത ആ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് ജസ്റ്റ് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കൊരു നുള്ളോ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്കായപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചങ്ങായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തുകഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി എടുത്തതിൽ ഒരു അല്പം ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഇത് എടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഈ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ളൊരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബട്ടർ പേപ്പറിന് പകരം നമ്മുടെ കയ്യിൽ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. വാഴയിൽ തയ്യാറാക്കിയിടുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് മൂടിയും കഴിഞ്ഞിട്ടൊരു 30 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിത് അടച്ചു മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴവും അരിപ്പൊടി ഉപയോഗിച്ചുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്